നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയൊക്കെ മിസ്റ്റേക്സ് കാരണം നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുകൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ നീർക്കെട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജോയിൻസിലൊക്കെ വരുന്ന നീർക്കെട്ട്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിലും നീർക്കെട്ടുകൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഗട്ട് ഹെൽത്ത് ഇംപ്രോപ്പർ അല്ല എന്ന് നമ്മൾ പറയുന്നത് ഗട്ടിൽ നീർക്കെട്ട് അഥവാ നമ്മുടെ വൻകുടലിൽ ആമാശയത്തിലൊക്കെ നീർക്കെട്ടുകളാണ് ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഗട്ടിൽ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പല അസുഖങ്ങളായിട്ടായിരിക്കാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഗട്ട് ഹെൽത്ത് ശരിയല്ലെങ്കിൽ നമുക്ക് IBS പോലുള്ള പ്രശ്നങ്ങൾ വരാം, അതുപോലെ തന്നെ മൈഗ്രെയിൻ ഹെഡേക്ക് പോലുള്ള കണ്ടീഷൻസ് വരാം, അതുപോലെ തന്നെ ഒരുപാട് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഒക്കെ വരാം, RA അതുപോലെ തന്നെ OA അങ്ങനെയുള്ള പല രീതിയിലുള്ള അസുഖങ്ങൾ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് അല്ലെങ്കിൽ വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു നീർക്കെട്ട് വരുന്ന സമയത്ത് അതിനെ ഒരു ലക്ഷണമായിട്ട് എടുത്ത് കാണും. എന്തോ ഒരു അസുഖം വന്നിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് വന്നൊരു ലക്ഷണമാണ് നീർക്കെട്ട് എന്ന് പറയുന്നത്. ഒരിക്കലല്ല, ഈ നീർക്കെട്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ അതൊരു വലിയൊരു കോസ് ആയിരിക്കാം, വലിയൊരു കാരണമായിരിക്കാം. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഗട്ടിൽ വരുന്ന നീർക്കെട്ടാണെങ്കിലും അത് സ്വാധീനിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഔട്ടർ ബോഡിയുടെ പുറം വശത്തെ ആയിരിക്കാം. ഇപ്പം ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് അഥവാ ആമവാദം പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് കൂടുതലും ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത് നമ്മുടെ ജോയിൻസുകളിലാണ്. ചെറുതും വലുതുമായിട്ടുള്ള ജോയിൻസുകളിലാണ് ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത്. വേദനയും അതുപോലെ തന്നെ അവിടെ തടിപ്പും റെഡ്നെസ്സും ഫീവറും അങ്ങനെ പല രീതിയിൽ കാണിക്കാം. പക്ഷെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം തുടങ്ങുന്നത് നമ്മുടെ ഗട്ടിലാണ്. അതായത് ഗട്ട് മൈക്രോബയോം എന്നൊക്കെ നമ്മൾ പറയും. ഈ നല്ല ബാക്ടീരിയാസും ഒരുപാട് ബാക്ടീരിയാസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് നല്ല ബാക്ടീരിയാസ് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയാസിൻ്റെ എണ്ണത്തിൽ കുറവ് വരിക അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയാസ് H. പൈലോറി ബാക്ടീരിയ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ബാക്ടീരിയാസിൻ്റെ എണ്ണം കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അപ്പോൾ മൈഗ്രെയിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസണാണ് H. പൈലോറി ബാക്ടീരിയ കൂടുന്നത്. H. പൈലോറി ബാക്ടീരിയ കൂടി കഴിഞ്ഞാൽ അവരിൽ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും കാണിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ നെഞ്ചരിച്ചിൽ, പുളിച്ചു തട്ടൽ, ശക്തമായിട്ടുള്ള തലവേദന ഇതൊക്കെ കാണിക്കാം. അപ്പോൾ നിങ്ങളുടെ ഗട്ട് ഹെൽത്താണ് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യേണ്ടത്, ക്ലിയർ ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനൊരു വേദന വരുന്ന സമയത്ത്, നീർക്കെട്ട് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുപാട് ആൻറ്റിബയോട്ടിക്സും അല്ലെങ്കിൽ ഈ സ്റ്റീറോയിഡ് പോലെയുള്ള മെഡിസിൻസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ നമുക്കൊരു വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഓപ്ഷനായിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷെ നിങ്ങളെ കോസ് എന്താണ് എന്നുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ ചില ഭക്ഷണങ്ങളുണ്ട്, നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നീർക്കെട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ പ്രധാനപ്പെട്ട 3 വിഭാഗം എന്ന് പറയുന്നത്, ഒന്ന് റിഫൈൻഡ് ഓയിൽസ് ആണ്. റിഫൈൻഡ് ഓയിൽസ് കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇത് നീർക്കെട്ട് ഉണ്ടാക്കും. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ഗ്ലൂട്ടൻ ആണ്. ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത്. മൂന്നാമത്തത് ഷുഗറാണ്. നാലാമത്തതെന്ന് പറയുന്നത്, ഷുഗർ ഉദ്ദേശിക്കുന്നത് വൈറ്റ് ഷുഗറാണ്. നാലാമത്തതെന്ന് പറയുന്നത് നമുക്ക് അമിതമായിട്ട് വരുന്ന സ്ട്രെസ്സ്, ടെൻഷന് അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ തന്നെ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള ഇംപ്രോപ്പർ കാര്യങ്ങൾ വരുന്നു. ഇത് നമുക്ക് നമ്മുടെ ബോഡിയിലോട്ട് കുറേ റിഫ്ലക്ഷനായിട്ട് അസുഖങ്ങളായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്ലൂട്ടനാണ്. ഗ്ലൂട്ടൻ അലർജീസ് ഒരുപാട് പേർക്കുണ്ട്. നിങ്ങളൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുക, തൈറോയ്ഡ് രോഗികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തൈറോയ്ഡ് രോഗികളിൽ ഈ ഒരു ഗ്ലൂട്ടൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്തൊരു ഗ്ലാഡിൻ പ്രോട്ടീൻസ് ഉണ്ട്. ഈ ഒരു ഗ്ലാഡിൻ പ്രോട്ടീൻസിൻ്റെ ദഹനം പ്രോപ്പറായിട്ട് നടക്കാത്തതാണ്. അപ്പം ഇത് ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞ ഈ ഒരു ഘടകം, ഭക്ഷണത്തിലുള്ള ഈ ഒരു ഘടകത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ള ദഹനം നടക്കില്ല. അതൊരു അലർജി പോലെയാണ് അവരിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻടോളറൻസ് പോലെ കാണിക്കുന്നു. ഈ വയറുവേദന ഉണ്ടാക്കുന്നു, അസ്വസ്ഥത ഉണ്ടാക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകുന്നു. അത് ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് പെട്ടെന്ന് ലൂസ് മോഷനായി പോകുന്നു. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്. ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു. അതിൽ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ചപ്പാത്തി വലിയൊരു ഘടകമാണ്. ഈ ഗോതമ്പ് ഗ്ലൂട്ടൻ അടങ്ങിയ ഫുഡുകളാണ്. ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഗോതമ്പ് പൊടിയിൽ നിന്ന് ആണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഇതൊരു വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ റസ്ക് അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സുകൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോയ പ്രൊഡക്ട്സുകൾ, സോയാബീനും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ട്, സോയ മിൽക്ക്, ഇതെല്ലാം തന്നെ ഗ്ലൂട്ടൻ ഉള്ളതുകൊണ്ട് തന്നെ അവരിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറഞ്ഞൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് റിഫൈൻഡ് ഓയിൽസ് ആണ്. റിഫൈൻഡ് ഓയിൽസിൽ നമുക്കിപ്പം പ്രധാനമായിട്ട് എടുത്ത് നോക്കാൻ പറ്റുന്നത് സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് ആയിട്ട് നമുക്ക് ഓയിൽസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഒമേഗ 3 ഉണ്ട്, ഒമേഗ 6 ഉണ്ട്, ഒമേഗ 9 ഉണ്ട്. ഇതിൽ ഒമേഗ 6 എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ നല്ലതല്ല. അപ്പം ഇത് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കും. അത് ഏതൊക്കെയാണെന്ന് നോക്കുന്ന സമയത്ത് സൺഫ്ലവർ ഓയിൽ ഉണ്ട്, സോയാബീൻ, കോൺ ഓയിൽ, പാം ഓയിൽ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം,
നിങ്ങൾ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം പുറത്ത് കടയിൽ നിന്ന് മേടിക്കുന്നുണ്ട്, അതൊരു പാക്കറ്റ് ഫുഡ് ആണെങ്കിൽ നിങ്ങൾ ആ പാക്കറ്റിൻ്റെ പുറകെ വശത്ത് ഇൻഗ്രീഡിയൻസ് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യുക. ഇൻഗ്രീഡിയൻസിൻ്റെ അകത്ത് നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫൈൻഡ് വീറ്റ് ആണ്. റിഫൈൻഡ് വീറ്റ് എന്ന് കഴിഞ്ഞാൽ വീറ്റ് റിഫൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മൈദയാണ്. അപ്പം അതൊന്നും മെയിനായിട്ട് മൈദ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓയിലാണ് അവർ കാണിക്കുക. അതിൽ കൂടുതലും കാണുന്നത് സൺഫ്ലവർ ഓയിലും പാം ഓയിലും ആണ്. ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ ഒരു ചിപ്സോ അങ്ങനെ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമാണ്. പിന്നെ വരുന്നത് ആഡഡ് പ്രിസർവേറ്റീവ്സും ഷുഗറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഒരു ലിക്വിഡ് ഫോം ഒക്കെ അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം നമുക്ക് പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ റിഫൈൻ ചെയ്തിരിക്കുന്ന വീറ്റ് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല ഓൾമോസ്റ്റ് എല്ലാവരുടെയും ശരീരത്തിൽ. പക്ഷേ ഇങ്ങനെ നീർക്കെട്ടുകൾ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഗട്ട് റിലേറ്റഡ് അസുഖങ്ങളിൽ വരുന്നവരിൽ ഈ ഒരു ഗ്ലൂട്ടൻ ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ അതിന് പകരം, അതായത് വെയിറ്റ് ലോസ് ഉള്ളവർ 2 ചപ്പാത്തി കഴിക്കാൻ പറയും, പക്ഷെ നിങ്ങൾ മൈദ കൊണ്ടുള്ള ഭക്ഷണം മാക്സിമം കുറയ്ക്കാൻ പറയും. മൈദ എന്ന് പറയുന്നത് അതിലും വളരെ മോശപ്പെട്ട ഒരു ഭക്ഷണ വസ്തുവാണ്. ഗോതമ്പിനേക്കാളും പ്രശ്നം നമ്മുടെ ബോഡിയിൽ മൈദ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മൈദയാണ് ഒട്ടുമിക്ക ബേക്കറി ഐറ്റംസും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കഴിക്കുക. പിന്നെ ഒക്കേഷണലി ഒന്നൊന്നും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ അമിതമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒന്ന് കുറയ്ക്കാം. പിന്നെ ഈ സൺഫ്ലവർ ഓയിലും കോൺ ഓയിലും പാം ഓയിലും വളരെയധികം ഡേഞ്ചറസ് ആണ് നമ്മുടെ ബോഡിയിൽ. അപ്പം ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്ന് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് നോക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ടും ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് വൈറ്റ് ഷുഗർ ആണ്. വൈറ്റ് ഷുഗർ എന്ന് പറയുന്നത് ഒട്ടും തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അതിൻ്റെ അകത്തുനിന്ന് സീറോ ന്യൂട്രിയൻസ് ആണ് കിട്ടുന്നത്. കാലോറി കൂടുതലാണ്, ന്യൂട്രിയൻസ് ഒന്നും തന്നെ ഇല്ല. എന്നാൽ ശർക്കര അതിന് പറ്റിയൊരു ഓപ്ഷൻ ആണോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പക്ഷെ ശർക്കര എന്ന് പറയുന്ന സമയത്തും നമുക്ക് കാലോറി വെച്ച് നോക്കുന്ന സമയത്ത് വലിയ വ്യത്യാസമല്ല. പക്ഷെ വൈറ്റ് ഷുഗറിനെ വെച്ച് നോക്കുമ്പം ശർക്കരയിൽ കുറച്ചെങ്കിലും ഒരു ന്യൂട്രിയൻസ് ഉണ്ട്, ഒരു അയേണും അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, കാൽഷ്യം. അതുകൊണ്ട് നമുക്ക് ശർക്കര താരതമ്യേന ബെറ്റർ. പക്ഷെ നിങ്ങൾ ഓവർ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം അത് കേട്ടിട്ട് നിങ്ങൾ ചായയിലും എന്തും പഞ്ചസാര ഇട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശർക്കര ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഷുഗർ പേഷ്യൻസ് ആണ് അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കുന്ന വ്യക്തികളാണെങ്കിലും ഒന്നും വലിയ മാറ്റങ്ങളൊന്നും അവരുടെ ശരീരത്തിൽ വരില്ല. പിന്നെ കൂടുതലായിട്ടും നമ്മുടെ ശരീരത്തിന് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള ടെൻഷൻ, സ്ട്രെസ്സാണ്. നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കുക, ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് അടിച്ച് നടക്കുക, ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിൽ വരുന്ന ഇഷ്യൂസ്, ഇതിനെല്ലാം നമ്മൾ കൂടുതൽ ബോധേഡ് ആക്കി കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ഈ സ്ട്രെസ് ഹോർമോൺസ്, കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോൺസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. ഇത് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ നേരെ പോയിട്ട് ബാധിക്കും. അവിടെ ഇൻഫ്ലമേഷൻസ് വരും, ഈ കുടലിൽ ഇൻഫ്ലമേഷൻസ് വരും. ഈ സ്ട്രെസ് അടിച്ച് എപ്പോഴും നടക്കുന്ന വ്യക്തികളിലാണ് IBS കൂടുതലായിട്ട് കാണുക. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് കൂടുതലായിട്ട് കാണുന്നത് സ്ട്രെസ് അടിക്കുന്ന വ്യക്തികളാണ്. അപ്പം നിങ്ങൾ അത് മാക്സിമം കുറയ്ക്കാം. ഇപ്പം ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് മൈഗ്രെയിൻ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജോയിൻറ്റ് കംപ്ലയിൻസ് കൂടുതൽ ഗട്ട് റിലേറ്റഡ് ആണ്. സ്കിൻ ഹെൽത്ത് മാറുന്നത്, സ്കിൻ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് സ്കിൻ കംപ്ലയിൻസ് ആണ്. എക്സിമ, സോറിയാസിസ്, ഫംഗൽ ഇൻഫെക്ഷൻ, പല രീതിയിൽ സ്കിൻ ഹെൽത്ത് ആളുകൾ കണ്ടുവരാം. നിങ്ങളുടെ ഗട്ട് ഹെൽത്തും കൂടി ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കുറച്ച് സ്പ്രെഡിങ് നേച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് ഫംഗൽ ഗ്രോത്തും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറണമെങ്കിൽ നിങ്ങളുടെ ഗട്ട് ഹെൽത്തും കൂടി എന്തായിരിക്കണം, ഇമ്പ്രൂവ്ഡ് ആയിരിക്കണം. അപ്പം അതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഗട്ട് ഹെൽത്ത് ഉണ്ടാവണമെങ്കിൽ നല്ല പ്രോബയോട്ടിക്സും നല്ല പ്രീ ഫൈബേഴ്സും എല്ലാം തന്നെ ഉൾപ്പെടുത്തണം. പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിക്കിൾഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ഇപ്പോൾ സോർക്രാറ്റ് പോലെ ഈ ക്യാബേജൊക്കെ ഉപ്പിലിട്ട് വെക്കുന്നതും വിനെഗർ ആഡ് ചെയ്യാൻ പാടില്ല, അതിട്ട് വെക്കുന്നതും, അതുപോലെ തന്നെ അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം. കൂടുതൽ പുളിയായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ചില സ്കിൻ കണ്ടീഷനിൽ നമ്മൾ തൈരും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനും പറയാറുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടീഷൻ നോക്കിയതിന് ശേഷം മാത്രമാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. പക്ഷേ നോർമലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗട്ട് ഹെൽത്ത് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാക്സിമം നിങ്ങൾ കഴിക്കാം. ഇതൊക്കെ നിങ്ങളൊന്ന് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. നിങ്ങളെ പല അസുഖങ്ങളും കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൻ്റെ കൂടെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക, നല്ലൊരു ഉറക്കം ഉണ്ടാവണം. അതുപോലെ തന്നെ വെള്ളം ഒരു 8 ഗ്ലാസ് നിങ്ങളുടെ ദാഹത്തിനനുസരിച്ച് വെള്ളം മാക്സിമം നിങ്ങൾ കുടിക്കുക. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ഇൻഫ്ലമേഷൻസും നീർക്കെട്ടും ഒക്കെ കുറച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.